അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കന്മാർ, അഹ്ലുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ്, നേരത്തെ മഹാനരായ വിശ്വപണ്ഡിതരായ ശൈഖുന എം.ടി. ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ അസ്ഹാബുൽ കഹ്ഫ് ആരാണെന്ന്. ആ 7 മഹാന്മാരാണ്, 7 മനുഷ്യരാണ്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല വിലായത്തും കറാമത്തും ഉന്നതമായ മർത്തബയും ദറജയും കൊടുത്തിട്ട് 8ാമത് ഒരു വലിയ ഉണ്ടായിരുന്നു. വസാമിനുഹും കൽബുഹും. മനുഷ്യനല്ല, ഒരു സുജൂദ് പോലും അത് ചെയ്തിട്ടില്ല, ഒരു ദിക്ർ പോലും അത് ചൊല്ലിയിട്ടില്ല. വസാമിനുഹും കൽബുഹും, അവരിൽ 8ാമനായിട്ട് വന്നിരുന്ന വലിയ കൽബുഹും, നായ, ഖിത്മീർ എന്ന പേരിൽ അറിയപ്പെട്ട ആ നായ അത് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കി. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഭൂമിയിൽ നിന്ന് പോകുന്ന എണ്ണപ്പെട്ട ജീവികളെ കൂട്ടത്തില് അല്ലെങ്കിൽ വസ്തുക്കളെ കൂട്ടത്തിൽ വന്നാണ് ആ ഖിത്മീർ എന്ന നായ, അസ്ഹാബുൽ കഹ്ഫിന്റെ നായ. ഏതാണ് ആ നായ? ആ നായ ചെയ്ത കാര്യം എന്താ? ആ നായ ചെയ്ത കാര്യം എന്താണ്? ഒരാമലും ചെയ്തിട്ടില്ല. അത് ഖുർആൻ ഹാഫിളല്ല, അതൊരു പണ്ഡിതനല്ല, ഒരു ദിക്റും ചെയ്തിട്ടില്ല. ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്, ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്. അല്ലാഹു തആല ആദരിച്ച, അല്ലാഹു ബഹുമാനിച്ച നല്ലവരായ മഹാത്മാക്കളോട് എനിക്ക് നല്ല പിരിശപ്പാടുണ്ട്, എനിക്ക് അവരോട് വല്ലാത്ത മഹബത്തുണ്ട്, ഞാൻ അവരെ നല്ലോണം ഇഷ്ടം വെക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം തൊട്ടാൽ 7 പ്രാവശ്യം കെടുകണമെന്ന് പറയപ്പെട്ട മലിനമാണ്, മ്ലേച്ഛമാണെന്ന് നമ്മൾ പറയുന്ന നായ പോലും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കരഗതമാക്കിയെങ്കിൽ പിന്നെ നമ്മളാണെങ്കിൽ അവരോട് സുഹബത്ത് വെച്ചു പോയാൽ, അവരോട് മഹബത്ത് വെച്ചു പോയാൽ, ആ ഔലിയാക്കന്മാരോട് പിരിശം വെച്ചു പോയാൽ നമുക്ക് കിട്ടുന്ന പദവികളും സ്ഥാനങ്ങളും ശ്രേഷ്ഠതകളും എന്തായിരിക്കും? കൂടുതൽ പറയണ്ടല്ലോ, കൂടുതൽ പറയേണ്ടതില്ല. കൂടുതൽ അമലും കാര്യങ്ങളൊന്നും വേണ്ട, അമല് കുറച്ചു മതി, അമല് കുറച്ചു മതി. ആ കുറച്ചു തന്നെ ഇല്ലാത്തതാണ് ഇപ്പൊ വലിയ പ്രശ്നം അല്ലേ? കുറച്ചുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമാധാനം ഉണ്ടായി. നിന്റെ കണ്ണും കാതും മൂക്കും കാലും കൈയും കൺട്രോൾ ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഇബാദത്ത് മതി, കുറച്ച് ഇബാദത്ത് മതി. കണ്ണും കാതും നാവും ഒക്കെ നല്ലോണം കൺട്രോൾ ആയിക്കൊള്ളാൻ വിധങ്ങള് ഹദീസ. കുറെ തോന ഇബാദത്ത് വേണ്ട, കുറെ ഇബാദത്ത് വേണമെന്നില്ല, കുറെ വേണമെന്നില്ല, കുറച്ച് മതി അറിഞ്ഞാലർത്ഥം ഒരു ദിവസത്തിൽ 3 നേരം നിസ്കരിച്ചാൽ മതി എന്നല്ല. അതിലൊരു എക്സ്ക്യൂസ് ഇല്ല. 5 നേരം നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചർച്ചയില്ല. അതല്ലാതെ കുറെ സുന്നത്ത്, കുറെ ഓത്തും ബൈത്തും, കുറെ ഖത്തവും, കുറെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ചെയ്യുന്ന പരിമിതമായ ഇബാദത്തുകൾ എടുത്തിട്ട് നിന്റെ നാവിനെയും നിന്റെ കാതിനെയും കണ്ണിനെയും സൂക്ഷിച്ച മറ്റുള്ളവരെ പറ്റി നല്ല വിചാരം നിന്റെ കൽവിൽ വിചാരിച്ചിട്ട് ഈ ഭൂമി ലോകത്ത് നീ ജീവിച്ചു പോയാൽ അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹു ഏറെ ആദരിച്ച വ്യക്തിത്വം നീയാണെന്ന്, അല്ലാഹു അറിഞ്ഞ മനുഷ്യൻ നീയാണെന്ന്, അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ച ആള് നീയാണെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി. കുറെ നിസ്കാരം, കുറെ സുന്നത്ത്, കുറെ ഇബാദത്ത് അത് വേണമെന്നില്ല. കുറെ മനുഷ്യന്മാരുണ്ട്, ഞങ്ങളുടെ ഉണ്ട് കുറെ മനുഷ്യന്മാർ, പ്രത്യേകിച്ച് കുറച്ച് വയസ്സന്മാർ. എടുത്തോറല്ല ഞാൻ ഈ പറഞ്ഞ സ്റ്റൈലിൽ ഈ ടൈപ്പില് കുറച്ച് വയസ്സന്മാർ ഈടുണ്ടെങ്കിൽ എടുത്തോർ തന്നെ, അതിന് ബേജാറാക്കിയിട്ട് കാര്യമില്ല. 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഉറൂസിന് വിളിച്ചില്ലെങ്കിലായി. അല്ലേ? അങ്ങനല്ലേ സാർ? അല്ല അങ്ങനല്ലേ? എല്ലാവരും ഉണ്ട്. അതിൽ കുറച്ച് ഏറെയാണ് വയസ്സന്മാർ. അവർക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല. ഇവിടത്തെക്കാരെ പറ്റി പറയല്ല, നല്ലവരെ പറ്റി പറയല്ല. ഈ സ്വഭാവം ഉള്ളവും പിന്നെ ചൊറിഞ്ഞിട്ട് കാര്യമില്ല. കുമ്പളങ്ങ കട്ടവും കുഞ്ചി പെരട്ടിട്ടൊന്നും കാര്യമില്ല, പെരട്ടിട്ട് തന്നെ. കാരണം എന്തേ? കുമ്പളങ്ങന്റെ പൊടി ഉണ്ടാവാണ്. തോർത്തില്ലെങ്കിൽ നാട്ടുകാർ അറിയും. ഇനി എന്തായെങ്കിലും സാറില്ല, ഇത് കിട്ടിയില്ലോ സാറില്ല, ഫാൻ ഇട്ടില്ല. കാരണം ഇന്നത്തെ ഈ ലേറ്റസ്റ്റ് ഫാനിനല്ലോ കാറ്റില്ല, കൂറ്റ് മാത്രം. അത് നമുക്ക് വലിയ ഡിസ്റ്റർബാ. 1. 2ാമത് ആ കാറ്റ് നമ്മളെ തൊണ്ട ഡ്രൈ ആക്കുന്നു, ഏറെ ഡ്രൈ ആക്കുന്നു, ഉണക്കുന്നു. അതുകൊണ്ടത് വേണ്ടെന്നാണ്. ഇങ്ങനെ വലിയവരായ നിങ്ങളൊക്കെ ക്ഷമിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ചില ആൾക്കാർ നല്ലോണം ഇബാദത്തുള്ളവരാണ്, ധാരാളം നിസ്കരിക്കും, ധാരാളം നോമ്പ് നോക്കും, ധാരാളം സുന്നത്ത് നിസ്കരിക്കും, ധാരാളം ഖുർആൻ ഓതും. എന്നിട്ട് അങ്ങനെ ഫിത്നയും പറയും.
സ്കാരം കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് അമീൻ പറഞ്ഞ് സുബ്ഹാനല്ലാഹ് പറഞ്ഞ് നേരെ പുറത്തിറങ്ങിയിട്ട് പിന്നെ തുടങ്ങലെന്നെ ഫിത്ന. മറ്റുള്ളവന്റെ എണ്ണല് ആരെങ്കിലും ഒരാൾ കാറ് കൊണ്ടുപോയാൽ, ഏതെങ്കിലും ഒരാൾ കാറും കൊണ്ട് റോട്ടിലൂടെ പോയാൽ അപ്പൊ അയാൾക്ക് എണ്ണാനുണ്ട്. അയാള് കാറ് കൊണ്ടുപോയത് എങ്ങനെന്നറിയാം, അയാൾക്ക് കാറായത് എങ്ങനെ നിനക്ക് ഗൊന്തുണ്ടാ എങ്ങനെ അത് അയാൾ അണ്ട് ഇപ്പല്ല അണ്ട് ഒരു 10-17 വർഷം മുന്നോലും 100 രൂപ കേട്ട് ആ 100 രൂപ നാ കൊടുത്ത ബർക്കത്ത് ഇപ്പൊ അഹങ്കാര കണ്ട ഇളണ്ണി എല്ലാവരും എണ്ണ തന്നെ താതുണ്ടത് മുക്കുറിനത് പിന്നെ എണ്ണതിന്റെ കണക്കില്ല അറിയാം. അത് നമുക്ക് ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും എണ്ണലെന്നെ. എവിടെയാ ഇബാദത്ത്? നാളെ പരലോകത്തെത്തിയാൽ ഒരു കൂട്ടരവിടെ കൊണ്ടുവരും. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, അവർ വളരെ 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 ഇബാദത്ത് കുറഞ്ഞവരാണ്, മുഫ്ലിസീങ്ങളാണ്. അതേ, ഒരു ഗതിയുമില്ലാത്തവൻ, ഒരണ പോലും കയ്യിലില്ലാത്തവൻ, 5 പൈസക്ക് പോലും ഗതിയില്ലാത്തവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? മുഫ്ലിസ് ആരാണെന്നറിയുമോ സഹാബ? ഒരു ഗതിയുമില്ലാത്തയാൾ, 3 മുക്കാലിക്ക് പോലും വിലയില്ലാത്തയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ സഹാബികൾ മുത്തുനബി തങ്ങളോട് പറഞ്ഞു, നബിയേ, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ ദീനാർ. ഒരു ഗതിയുമില്ലാത്തവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിൾ അല്ലേ നബിയേ? കയ്യിലെ കാശില്ലാത്തവന്, ആർക്ക് വേണോ? കീശന് കാശുണ്ടാ ഓന്റെ ഒക്കെ എല്ലാ നായും ഇല്ലേ? കാശില്ല ഒരാളുമില്ല. ഇനിയിപ്പൊ അങ്ങനെ ചിരിക്കാൻ വേണ്ടി പറയല്ലേ, നിങ്ങൾ ചിന്തിച്ചോളൂ. ഇന്നിപ്പോ ആളങ്ങനെയാണ്. വേഷങ്ങളും അവന്റെ സമ്പത്തും അവന്റെ അധികാരവും ഇതെല്ലാം നോക്കിയിട്ടാണ് ആള് കൂടുന്നത്. അല്ലാണ്ട് തഖ്വയും ഭക്തിയും അള്ളാഹുവിനോടുള്ള അടുപ്പം നോക്കിയിട്ട് ആരും കൂടുന്നില്ല. ഭൗതികമായ എന്നെ ശ്രദ്ധിക്കും. ഭൗതികപരമായ സുഖങ്ങളും സൗകര്യങ്ങളും സവളത്തെ ഫെസിലിറ്റി ഇത് ആർക്കുണ്ട്? ഓന്റെ ബാക്കിൽ നിന്നാണ് ആള്. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, ആരാ മുഫ്ലിസ് എന്നറിയാമോ? പാപ്പറായവൻ, ഗതി കിട്ടാത്തവൻ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവൻ ആരാണെന്നറിയുമോ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ സഹാബികൾ പച്ചക്ക് പറഞ്ഞു, അറിയാം നബിയേ, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ ദീനാർ. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഗതിയില്ലാത്തവനെന്ന് പറഞ്ഞാൽ, ഒരണക്ക പോലും വിലയില്ലാത്തവനെന്ന് പറഞ്ഞാൽ കയ്യിലെ കാശില്ലാത്തവനാ നബിയേ, ദിർഹമോ ദീനാറോ ഇല്ലാത്തവനാ നബിയേ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, അല്ലേ അല്ല, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ കാശില്ലാത്തവനല്ല, ബാങ്ക് ബാലൻസ് എംടി ആയവനല്ല. പിന്നെയാ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് കുറച്ച് മനുഷ്യന്മാരെ അവരെ അവിടെ കൊണ്ടുവരപ്പെടാം. അവരാണെങ്കിലോ ദുനിയാവിൽ വലിയ ഇബാദത്തുകാരായിരുന്നു, ധാരാളം ഖുർആൻ ഓതിയവരായിരുന്നു, എമ്പാടും സുന്നത്ത് നോമ്പ് നോക്കിയവരായിരുന്നു, യഥേഷ്ടം ദാനധർമ്മങ്ങൾ ചെയ്തവരായിരുന്നു. പക്ഷേ പരലോകത്ത് കൊണ്ടുവരപ്പെട്ടാൽ അവരുടെ എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. അവരുടെ നിസ്കാരത്തിന്റെ കൂലി, അവരുടെ സൽക്കർമ്മങ്ങളുടെ കൂലി, സകലമാന അമലുകളുടെയും പ്രതിഫലം മറ്റുള്ളവർക്ക് അല്ലാഹു തആല ഓതി വെച്ചു കൊടുക്കുന്നു, അവിടെ എല്ലാം ഡിവൈഡ് ചെയ്യുന്നു, എല്ലാം അവിടെ വേർതിരിക്കുകയാണ്. എന്തറിയുമോ കാര്യം? ഇയാള് ദുനിയാവിലെ മറ്റുള്ളവന്റെ പച്ചറച്ചി എണ്ണിയതാണ്, പച്ചറച്ചി തിന്നതാണ്. മറ്റുള്ളവരത് അങ്ങനെ എണ്ണിയപ്പോ ദുനിയാവില് നല്ല സുഖമായി അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവനെ കുറ്റം പറയാ, കുറവ് പറയുക ചില ആൾക്കാർക്ക് ഒരു ഹര, ചില ആൾക്കാർക്ക് അതിനോട് എന്തോ ഒരു താല്പര്യം.
പക്ഷെ നാളെ പരലോകത്തെത്തിയ വിരല് കടിക്കേണ്ടി വരും നിന്റെ എല്ലാ മാലുകളും എല്ലാ ഇബാദത്തുകളും. ആരെയാണോ നീ ഫിത്ന പറഞ്ഞത്, ആരെയാണോ അസത്യം പറഞ്ഞത്, ചീത്ത പറഞ്ഞത്, ആരെയാണോ നീ കുറ്റപ്പെടുത്തിയത്, ആരെയാണോ നീ തെറ്റിദ്ധരിച്ചത്, അവരിലേക്ക് അല്ലാഹു തആല നിന്റെ എല്ലാ അമലുകളും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം, അങ്ങോട്ട് അല്ലാഹു ചേർത്ത് കൊടുക്കാം. നിന്റെ അക്കൗണ്ടിൽ ഒന്നും അവിടെ ബാക്കിയുണ്ടാവില്ല. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ, കൂടുതൽ അമലുകളൊന്നും വേണ്ട, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതിരിക്കുക, നാവിനെ സൂക്ഷിക്കുക, ഖൽബ് സൂക്ഷിക്കുക, മറ്റുള്ളവരെ പറ്റി എപ്പോഴും നല്ല വിചാരമുണ്ടാവുക, അവരെ പറ്റി നല്ല കരുത്തുണ്ടാവുക, അവർ നല്ലവരാണ് എന്നുള്ള വിശ്വാസം ഉണ്ടാവുക, കൂടുതൽ അമല് വേണ്ട, തെറ്റ് ചെയ്യാതിരിക്കുക. പിന്നെയാ മഹാന്മാരോട്, അള്ളാഹു ആദരിച്ച മഹത്തുക്കളോട്, അള്ളാഹു അനുഗ്രഹിച്ച മഹാത്മാക്കളോട്, ഇവിടെ കിടക്കുന്ന നമ്മുടെ മഹാനരായ വലിയുള്ളാഹി തങ്ങള് എത്ര വലിയ മഹാനാ, എത്ര വലിയ മഹാനാ. നേരത്തെ അതാ ശൈഖുനാ എംടി ഉസ്താദ് അവിടെ നിന്ന് ചോദിച്ചപ്പോ, ഇവിടുത്തെ ഹിസ്റ്ററി ചോദിച്ചപ്പോ, ഇവിടുത്തെ ചരിത്രം ചോദിച്ചപ്പോ, ബഹുമാന്യനായ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടുത്തെ മഹാന്മാരുടെ കറാമത്ത് പറഞ്ഞു കൊടുത്തു. പഴയ കാലത്ത് അനുഭവപ്പെട്ട ചരിത്ര സത്യങ്ങള്, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത പച്ചക്കുള്ള പരമാർത്ഥങ്ങള്, അത് ഓരോന്നോരോന്നായിട്ട് ഉസ്താദ് അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അള്ളയേറെ ആദരിച്ച മഹാന്, അള്ളയേറെ അറിഞ്ഞ മഹാന്, അള്ളാനെ നല്ലോണം അറിഞ്ഞ മഹാന്, അവർ അള്ളാവിന് വേണ്ടി മാത്രം ലോകത്ത് ജീവിച്ചവരാണ്. അവർ അള്ളാനെ മറന്നില്ല. അതുകൊണ്ട് തന്നെ ലോകം അവരെയും മറന്നില്ല. മറന്ന ഞമ്മളെ ബാപ്പ മരിച്ചിട്ട് 8 കൊല്ലായി, അയാളെ കബറേടെന്ന് പോലും മോനറിയാല. എന്തേ അയാളങ്ങനെ മോനിങ്ങനെ മറന്നു. പിടിയാവൂരല്ലേ നിനക്ക്? തിരിയുന്നല്ലേ നിങ്ങൾക്ക്? മനസ്സിലാവുന്നല്ലേ? അള്ളാവിനെ അറിഞ്ഞ് അള്ളാനെന്നും മറക്കാതെ ജീവിച്ച ഒരാളെ അള്ളാഹു ഒരിക്കലും അയാളെ മറക്കാൻ സമ്മതിക്കില്ല. അത് ഖുർആന, അത് ഖുർആന. അള്ളാവിന്റെ ഓർമ്മയിലെ, അവന്റെ തഖ്വയിലെ, അവന്റെ ചിന്തയിലെ ഒരാള് ലോകത്ത് കഴിഞ്ഞു പോയാൽ പിന്നെ അയാളെ മറക്കാൻ അള്ളാഹു സമ്മതിക്കില്ല. നമ്മളെ ബാപ്പാന്റെ അഡ്രസ് ഇല്ല, ബാപ്പാന്റെ അഡ്രസ് ആർക്കും ഇല്ല. നമ്മളിൽപ്പെട്ട പലരും ആർക്കും അറിയില്ല എത്ര ആൾക്കാർ മരിച്ചു കിടക്കുന്നുണ്ട്. നമ്മുടെ പള്ളി മൈതാനിയില് ഈ മഹാനാണെങ്കിൽ ഏത് കാലക്കാരന്, അയാൾ ഏത് നാട്ടുകാരന്, ഏത് വർഷക്കാരന്, ഏത് കാലക്കാരന് ആർക്കും അറിയില്ല. പക്ഷെ എന്നാലും ആരും മറന്നിട്ടില്ല. ഇന്നല്ലദീനാമനൂ വഅമിലുസ്സാലിഹാത്തി, വിശുദ്ധ ഖുർആനാണ്. ഇന്നല്ലദീനാമനൂ വഅമിലുസ്സാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ ഐ ഫീ ഖുലൂബി ഇബാദിഹി ജഅലല്ലാഹു في قلوب عباده مودة محبة ومودة. മഹാന്മാർ വിശദീകരിക്കുകയാണ്, അള്ളാവിനെ മറക്കാതെ കണ്ട് ജീവിച്ചവരെ പറ്റി അല്ലാഹു തആല അവിടെ മനുഷ്യന്മാരുടെ കൽബില് എപ്പോഴും ഒരു സ്ഥാനമിട്ട് കൊടുക്കും. ജനങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയില്ല, അല്ലാഹു മറക്കാൻ സമ്മതിക്കില്ല. ഫദ്കുറൂനി യദ്കുറുക്കും, നിങ്ങൾ എന്നെ മറക്കല്ലേ, ഞാൻ നിങ്ങളെ മറക്കില്ല. ഖുർആനാണല്ലോ, ഖുർആനാണല്ലോ. അങ്ങനെ അല്ലാഹുവിനെ മറക്കാതെ ഏത് സമയത്തും ഏത് നിമിഷത്തിലും അല്ലാഹുവിന്റെ ബോധത്തിലായി മാത്രം ജീവിച്ചവരാണ്. ദുനിയാവിന്റെ പളപളപ്പിന്റെ പിന്നാലെ അവർ പോയില്ല, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളെ തേടിയിട്ട് അവർ പോയില്ല. അവരാകെ ഉദ്ദേശം അല്ലാഹു മാത്രമായിരുന്നു. ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ലാ മത്ലൂബ ഇല്ലല്ലാഹ്. അവരുടെ എല്ലാ
ചിന്തകളും അല്ലാഹു മാത്രമാണ്. അവർ അല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു, അല്ലാഹുവിന്റെ ലോകത്ത് അവർ നല്ലവരായി ജീവിച്ചോ. അങ്ങനെയുള്ളവരെ ഞങ്ങളും മറക്കരുത്. അവരോട് നല്ല ആദരവ് നമുക്കുണ്ടാകണം, അവരോട് നല്ല മഹബ്ബത്ത് നമുക്കുണ്ടാകണം, അവരോട് നല്ല പിരിശപ്പാട് നമുക്കുണ്ടാകണം, അവരോട് നല്ല മയ്യത്ത് സുഹബത്ത്, അവരോടൊപ്പമുള്ള ചേരാനുള്ള ഒരു മനസ്സ് അത് നമുക്കുണ്ടാകണം. നക്കല്ലമയ്യാവൂ എന്ന് പറയുന്ന ചില തലതിരിഞ്ഞോറുണ്ട്. അല്ലമയ്യാവൂ അലൈസല്ലാഹു ബികാഫിൻ നബ്ദ. അല്ലമയ്യാവല നാരിയല്ലേ അല്ലമയ്യാവും ചെല്ലിട്ട് നീ പെണ്ണെട്ടാണ്ട് കിടാവാണും ചെല്ലുന്ന സംഗതി നടക്കോ? കോയർക്കാണ്ട് കോയി പൊരിക്കാണ്ട് ഷവർമ കിട്ടണോ? അല്ലമയ്യാവും ചെല്ലുന്ന നടക്കോ? അതിൻ്റെതായ വസീലകളില്ലേ, മാധ്യമങ്ങളില്ലേ, മീഡിയേറ്റർ ഇല്ലേ, അത് അതിൻ്റെതായ വിളിക്ക് പോകണ്ടേ. അല്ലാർക്കും മയ്യാവാത്ത ഞങ്ങൾക്ക് അല്ല മയ്യാവും, അല്ല ഞങ്ങൾക്കും മയ്യാവും, എല്ലാവർക്കും അല്ലന്നെയാണ് വലുത്, അല്ലന്നെയാണ് വലുത്. പക്ഷെ ആ മഹാന്മാര് അള്ളാനെ പിടിക്കണമെന്ന് പറയുമ്പോ മഹാന്മാരെ അളക്കണമെന്ന് ആര് പറഞ്ഞു നിന്നോട്? ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആനാണ് എന്ന് നീ അംഗീകരിക്കണമെങ്കിൽ ആദ്യം പിടിക്കേണ്ടത് മഹാന്മാരെയാണ്. കാരണം ആ മഹാന്മാരാണ് അത് ഖുർആൻ എന്ന് പറഞ്ഞന്ന്. അല്ലാണ്ട് ഖുർആന്റെ 30ാമത്തെ ജുസുവിന്റെ 102 ഇടന്ന് ഒരാൾ വന്നിട്ട് പുറത്തൊക്കെ വന്നിട്ട് ഇത് ഖുർആന് നീ എന്നെ പിടിച്ചല്ല, എന്റെ മിഡിലും ഒരാൾ വന്ന ഇല്ലല്ലേ? 50 പറഞ്ഞ ഇത് ഖുർആനാണ്. ഈ ചട്ടക്കൂടിന്റെ ഉള്ളിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഇത് അല്ലാഹുവിന്റെ കലിമാത്തുകളാണ്, ആയാത്തുകളാണ്. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞത് മഹാന്മാര്. അപ്പൊ ആദ്യം പിടിക്കേണ്ടത് മഹാന്മാരെയാണ്. പിന്നെ മഹാന്മാർ വേണ്ട നീ അങ്ങനെ പറയും? ഖുർആനാണ് എന്ന് നീ വിശ്വസിക്കണമെങ്കിൽ ആദ്യം വിശ്വസിക്കേണ്ടത് മഹാന്മാരെയാണ്. പിന്നെ മഹാന്മാരങ്ങനെ തള്ളിപ്പറയല് അതാ ആദ്യം പറഞ്ഞു. അവരോട് നല്ലൊരു പിരിശപ്പാട് എപ്പോഴും പോണോ? അല്ല ഉസ്താദ് നിസ്കരിക്കാണ്ട് നോമ്പ് നോക്കാണ്ട് അവരോട് പിരിശ വെച്ചിട്ട് എന്തോ പോണം? അങ്ങനെ പിരിശ നോക്കണം ആറ് ചൊന്ന. ഇപ്പൊ നിസ്കരിക്കാണ്ട് നോമ്പ് നോക്കാണ്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് കൂടി മയ്യാവുന്ന ആരും ചൊന്നിട്ടില്ല. ഇനി അങ്ങനെ ആണ് കൂടിയെങ്കിൽ അതിന്റെ ഫലമുണ്ട്. ഇതില്ലാം ചൊന്നിട്ട് അതില്ലാന്നാക്കണ്ട. നീ കുഞ്ഞാന്ന് ഒരാൾ ചെന്ന് എങ്ങനെ ഇപ്പതാ കണ്ട കഴിഞ്ഞ തിങ്കളാഴ്ച നോമ്പ് നോക്കിയിട്ട, തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത്, അയാളെ മിയറാജിന്റെ നോമ്പ് നോക്കീന്. സുന്നത്തായ നോമ്പുകൾ നോക്കിയിട്ട് അയാളെ മിയറാജിന്റെ നോമ്പ് നോക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ വേടാഴ്ച അല്ലേ? കഴിഞ്ഞ വേടാഴ്ച അല്ലേ മിയറാജിന്റെ നോമ്പ്? നിങ്ങൾ നോക്കിയിട്ടേ ആ നോക്കിയവർക്ക് ഓർമ്മ. നോക്കാത്തവനാണ് ആഴ്ചനാക്കുന്നത്. എപ്പോ അത് കഴിഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് ആഴ്ചയോടെ ബാക്കിയുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഞമ്മ നോക്കിയിട്ടേ, ഞമ്മ ഷെയറാക്കിനെ മാത്രം. ഞമ്മ നോക്കിയിട്ടില്ല. ഞമ്മ എന്ത് ഷെയറാക്കിയേ? ഇക്കഴിഞ്ഞ മിഅ്റാജിന്റെ നോമ്പ് നോക്കിയെങ്കിൽ അയാൾക്ക് 4 നോമ്പിന്റെ കൂലി ഉണ്ടെന്ന് മെസ്സേജ് വന്നിന്. എല്ലാ ഗ്രൂപ്പിലും വന്നിന്. ഓ ഷെയർ എന്നാക്കിയേ, ഈ കുറിന്റെ നോമ്പ് അളക്കിയിരണ്ട 4 നോമ്പിന്റെ കൂലി ഉണ്ട്, പിടിച്ചോളി. ഷെയർ ഓൻ പിടിച്ച, ഈ ഷെയറാക്കി ഓൻ പിടിച്ചിട്ടാ. ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിച്ച ഹദീസും വെച്ചിട്ട് ഷെയറാക്കിയ തന്നെ മെസ്സേജ്. ഓ നോമ്പ് പിടിച്ചിട്ടില്ല. ഓന്റെ കഥ അങ്ങനെ. ചില മനുഷ്യന്മാർ കുടിക്കുന്നതിനെ ഇല്ലാണ്ടാക്കി. ഓൻ പറഞ്ഞെന്തറിയോ? കണ്ട കഴിഞ്ഞ തിങ്കളാഴ്ചന്റെ സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ടായിന്, അത് പിടിക്കാതെ ഒരാള് മിഅ്റാജിന്റെ നോമ്പ് പിടിക്കുന്നു. നല്ല കഥ. തിങ്കളാഴ്ച നോമ്പ് പിടിച്ചില്ലായിരുന്നു മിഅ്റാജിന്റെ നോമ്പിന് അളക്കണമെന്നാ? അതിനെന്തർത്ഥമുള്ള? അപ്പൊ ഈ കണക്കിന് നിങ്ങൾ ചൊല്ലുമല്ലോ, ഒരാൾ മാരി വിസ്കരിക്കാണ്ട് ഈശാസ്കരിക്കുന്നു, നീ എന്തോ പറയും? കണ്ട മാരി വിസ്കരിക്കാണ്ട് ഈശാസ്കരിക്കുന്നു, അപ്പൊ അതിന്റെ അർത്ഥം അത് ഒഴിവാക്കണം. കിട്ടിയത് ഈ ആസറ്റ് ഞാൻ പിടിച്ചൊന്നല്ലേ? ഇത് ഉള്ളനിങ്ങളാക്കണമെന്നാണ് ഓൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ തലതിരിഞ്ഞതല്ല, തലന്റെ ഉള്ളിലുള്ള തിരിഞ്ഞിനെ. തലന്റെ ഉള്ളിലുള്ള തിരിഞ്ഞ കുറച്ചാളുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗമൊന്നും കൂടുതൽ പോകുന്നില്ല. മഹാന്മാരെ നമ്മൾ അറക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ കലീമുല്ലാഹ്, അല്ലാഹുവിന്റെ മുർസലായ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്, മൂസാ നബിയുടെ കാലത്ത് ഒരുപാട്
ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ തഫ്സീറിന്റെ കിതാബുകളിൽ പറയപ്പെട്ട സംഭവമാണ്, വെറുതെ പറയുകയല്ല, സനദുള്ള ചരിത്രം തന്നെയാണ്, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. മൂസാ നബിയുടെ കാലത്ത് ആരാരുമില്ലാത്ത ഒരു മരുഭൂമിയിലെ മരുപ്രദേശത്ത് ഒരാൾ മരണപ്പെട്ടു. അയാൾക്കാണെങ്കിൽ ഒരാളുമില്ല, കുടുംബക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല, നാട്ടുകാർ അയാൾ അടുപ്പിക്കുന്നില്ല, ഒരാൾക്കും വേണ്ടാത്ത മനുഷ്യനാണ്. അയാൾ മരണപ്പെട്ടു. ആ സമയത്തതാ പടച്ചതമ്പുരാൻ മൂസാ നബിയെ വിളിച്ചിട്ട് പറയുകയാണ്, മൂസാ നബിയെ, ഇന്നാലിന്റെ സ്ഥലത്തതാ ഒരാള് മരിച്ചു കിടക്കുന്നുണ്ട്. അയാളെ നിങ്ങ പോയിട്ട് മയ്യത്ത് കുളിപാട്ടണോ, അയാളെ മയ്യത്തിന്റെ എല്ലാ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യണോ, അയാളെ നിങ്ങൾ കബറെടുത്തിട്ട് മറമാടണോ, അയാളെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നേതൃത്വം കൊടുക്കണോ നബിയെ എന്ന് മഹാനായ മൂസാ നബിയോട് പറയപ്പെട്ടത് പ്രകാരം മൂസാ നബി അങ്ങോട്ട് ചെല്ലുകയാണ്. പറയപ്പെട്ട സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോ, പറയപ്പെട്ട ജാഗയിലെത്ത് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ഒരാള് മരിച്ചു കിടക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഒരാളവിടെ മരിച്ചു കിടക്കുന്നവിടെ ആരുമില്ല, വേഗം പോയിട്ട് ഒന്ന് കുളിപ്പിച്ച് അതിന്റെ ശേഷക്രിയകളൊക്കെ നടത്തിയിട്ട് വേഗം മറമാടണോ. മൂസാ നബി പറഞ്ഞു, അള്ളാന്റെ കൽപ്പനയല്ലേ, അല്ലാഹു തആല വിളിച്ചു പറയുന്നതല്ലേ, പടച്ച റബ്ബ് ഒരാളെ മയ്യത്ത് കുളിപ്പിക്കണോ, ഇന്നാളിനാള് ഒരാൾ മരിച്ചിട്ടുണ്ട്, ഒരു ജാഗല ഒരാൾ മൗത്തായിട്ട് കിടന്നത്, അയാളെ നിങ്ങൾ കുളിപ്പാട്ടണോ, പിന്നുള്ള കാര്യമല്ല ചെയ്തിട്ട് അയാളെ മറമാടണോ. മൂസാ നബിന്റെ ചെല്ലണമെങ്കിൽ അയാൾ നല്ല അത്ര വലിയ ആളായിട്ട് വേണ്ടേ. ನೀವು ವ್ಯಾಪ್ತಿ ಪ್ರದೇಶದಿಂದ ಹೊರಗಿದ್ದೀರಿ, ನೀವೇ മൂസാ നബി അല്ല, നീവേ. മൂസാ നബിയോട് ഒരാളെ പറ്റി അങ്ങനെ പറയണമെങ്കിൽ അയാൾ ഒരു വിശിഷ്ട വ്യക്തിത്വം ആകണല്ലോ. മൂസാ നബി പാഞ്ഞു ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ അതാ ചുറ്റുഭാഗത്തും മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് ജനങ്ങളുണ്ട്, ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. പക്ഷെ മൂസാ നബി അവിടെ ചെന്നിട്ടതാ മരിച്ചു കിടക്കുന്ന മയ്യത്ത് തുണി മൂടി കിടക്കുകയാണ്. ആ തുണി അങ്ങ് മാറ്റിയിട്ട് മയ്യത്തിന്റെ ശേഷക്രിയ ചെയ്യാൻ, അനന്തര കർമ്മങ്ങൾ ചെയ്യാൻ മൂസാ നബി അതാ മയ്യത്തിനെ അങ്ങ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ, മയ്യത്തിനെ തൊടാൻ വേണ്ടി പോകുമ്പോ അവിടെ കൂടിയ ജനങ്ങൾ പറഞ്ഞത് എന്തറിയാ, തൊട്ടുപോകരുത് മൂസാ നബിയെ, ഇയാളെ മയ്യത്ത് കുളിപ്പാട്ടുക, ഇയാളെ മയ്യത്ത് മറമാടുക, ഇയാളെ മയ്യത്ത് കൊണ്ടുപോയിട്ട് അവിടെ പള്ളിയിൽ വെക്കുക, ഞങ്ങ സമ്മതിക്കല, ഞങ്ങ ബുടല. എന്തേ കാരണ അയാൾ അങ്ങനത്തെ നാറിയായിട്ടില്ല, അയാൾ അങ്ങനത്തെ റൗഡിയായിട്ടിരുന്ന മനുഷ്യ, അയാളെ ഹയാത്ത കാലത്ത് അയാള് ഞങ്ങളെ നേരെ വിട്ടിട്ടില്ല, ഞങ്ങളെ പെണ്ണുങ്ങളെ നേരെ വിട്ടിട്ടില്ല, ഞങ്ങളെ ആൾമാരെ നേരെ നടക്കു വിട്ടിട്ടില്ല. അങ്ങനത്തെ വെറും പോക്കിരിയാണ്, സോമാരിയാണ്, വെറും താന്തോണിയാണ്, തെണ്ടിയാണ്. അയാളെ മരിച്ചുപോയി, അൽഹംദുലില്ലാ, ഞങ്ങ സലാമത്തായ, ഞങ്ങ ജാഗ്രതായ. അയാളെ മയ്യത്ത് ഊടമേ ചത്തിട്ടല്ല പോയ, അത് ഊടമേ ചീഞ്ഞിട്ട് നാറിയിട്ട് പുളുവായിട്ട് ഊടമേ പോണോ. നിങ്ങൾ തൊടുകൊതീറ, തൊട്ടങ്ങ് ജാഗ്രത. ആരുടെ ചെന്നോ? മൂസാ നബി കേൾക്കുമ്പോ ഗാബരിയായി, അത്ഭുതപ്പെട്ടു. കാരണം എന്ത്? പടച്ചോനാണ് എന്നെ പറഞ്ഞയച്ചത്, ഈ മയ്യത്തിങ്ങൾ നിങ്ങൾ എന്റെ ജാഗിലും മരിച്ചു കിടന്നിട്ടുണ്ട്, കൊണ്ടുപോകണം, എടുക്കണം, കുളിപ്പിക്കണം, മറമാടണം ഒക്കെ. നാട്ടുകാരാണെങ്കിൽ കയ്യിൽ തൊണ്ണയും കത്തിയും പിടിച്ചിട്ട് തൊട്ടങ്ങ് ജാഗ്രത എന്ന് പറയും. തൊട്ടങ്കാല ഇതെന്ത് കഥ? അയാളെ ഹിസ്റ്ററി നാട്ടുകാർ ചെന്നാറല്ലേ, റായത്തങ്ങ് ചെന്നാറല്ലേ, നിങ്ങ വന്നിട്ട് കുളിപ്പാട്ടെന്തൊക്കെ താളം തള്ളി ഇത്. ഇയാൾ മരിച്ചത് ചെയ്യാൻ സ്ഥലം ഞങ്ങ മരിപ്പാട്ടത്ത അയാൾ ഉടമേ ചീഞ്ഞിട്ട് പോണോ, അയാൾ തൊടുതീറ. അയാൾ അങ്ങനത്തെ ആള് അത്ര കുറ്റക്കേടാക്കിയ അയാൾ. എല്ലാരും സല്ലാനത്തെ കേട്ടാൾ, എല്ലാരും ഉപദ്രാക്കിയാള്, ആർക്കും വേണ്ടാത്ത ആള്, എന്നെ അയാളെ തൊടുതീറ. ഇതെല്ലാം ആയിട്ടാകുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത ബേജാറായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ അത്ഭുതത്തോടെ, വളരെ ബേജാറോടെ, ഇങ്ങനെ ഹൈറാനത്തായി നിൽക്കുമ്പോഴാണ്
പടച്ച തമ്പുരാനതാ അറിയിക്കുകയാ ജിബ്രീൽ മുഖേന മൂസാ നബിയെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് സമാധാനിപ്പിച്ച ആ ജനങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ച അയാളെ മയ്യത്ത് നിങ്ങൾ എടുക്കണം കേട്ടോ. എന്തുകൊണ്ടറിയാമോ? എന്തുകൊണ്ടാ? മൂസാ നബി ചോദിച്ചു എന്തുകൊണ്ടാ? നാട്ടുകാർ പറയുന്നത് അയാൾ തരികിടയാണെന്നാണ്, റൗഡിയാണെന്നാണ്, പോക്കിരിയാണ്, സോമാരിയാണ്, തണ്ടിയാണെന്നാണ്, ആർക്കും വേണ്ടാത്ത മനുഷ്യനാണ്, നാട്ടുകാരെല്ലാവരും കൈയൊഴിഞ്ഞ മനുഷ്യനാണ്, പിന്നെ എന്തുകൊണ്ട് എന്നോട് അയാള് കുളിപ്പിക്കാൻ പറയുന്നു എന്ന് മൂസാ നബി ചോദിച്ചപ്പോ പടച്ചറബ് പറഞ്ഞത് എന്തറിയാ? അതേ മൂസാ നബിയെ നാട്ടുകാർ പറഞ്ഞതുപോലെ സംഗതി നേരെന്നെയാണ്. അയാള് തെമ്മാടിയാണ്, റൗഡിയാണ്, പോക്കിരിയാണ്, വെറും കള്ളനാണ്, ജാമകള്ളനാണ്, എല്ലാം ശരിയാണ് നബിയെ. എന്നാലും നബിയെ അയാളെ നിങ്ങൾ കുളിപ്പിക്കണോ? അയാളെ നിങ്ങൾ മറമാടണോ? അയാളെ അനന്തര ശേഷക്രിയകൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണോ? അയാളങ്ങനെ ബുടന്റെ നബിയെ അയാളെ റായത്തങ്ങ് നാട്ടുകാർക്ക് വേണ്ടാത്ത ആളായെങ്കിലോ, എല്ലാരും വലിച്ചെറിഞ്ഞ മനുഷ്യനാണെങ്കിലോ, എല്ലാരും സല്ലാണത്തിടുന്ന ആളാണെങ്കിലും എനിക്ക് അയാളെ വേണ്ടപ്പെട്ടവനാണ്. പടച്ചറബ് പറഞ്ഞപ്പോ മൂസാ നബി ചോദിക്കുകയാ, പടച്ചറബ് നിനക്ക് വേണ്ടപ്പെട്ടവനാകാനാ തെമ്മാടി ചെയ്ത നന്മ എന്താ? അയാളെന്താ അങ്ങനത്തൊരു നല്ല കാര്യ എടുത്തോ? അയാളെന്ത് നല്ല പണി എടുത്തോ? അയാൾ ആർക്കും വേണ്ട, അയാൾ ആർക്കും വേണ്ടാത്ത മനുഷ്യൻ, വെറും ബെടക്ക്, വെറും തമ്മാടിയായ മനുഷ്യൻ. നീ ചൊല്ലയാൾ നക്ക് വേണ അയാള് എന്താ മല അയാൾ എടുത്തത്? എന്താ മല എടുത്തത് അയാള്? എന്ത് സൽക്കർമ്മം അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചപ്പോ പടച്ച തമ്പുരാൻ പറഞ്ഞു ഒരമലും അയാൾ ചെയ്തിട്ട. ഏയ് ആ മനുഷ്യൻ മരിച്ച കിടക്കുന്ന ആള് ഒരമലും ചെയ്തിട്ടില്ല, ഒരമലും ചെയ്തിട്ടില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ആ തെമ്മാടിയായ മനുഷ്യൻ പറഞ്ഞ രണ്ട് വാക്ക്, രണ്ട് കെലിമത്ത്, രണ്ട് പളക്ക, അത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അയാളെ തെറ്റുകളെ പുറത്തു, നിങ്ങളെ കൊണ്ട് ഞാൻ അയാളെ ആദരിച്ചോ. അയാള് ഒരു നന്മയും ചെയ്തിട്ടില്ല, അയാളെ ജിന്ദഗി ഫുള്ള് ബർബാദാണ്, തെറ്റുകുറ്റങ്ങൾ മാത്രമാണ്. ഒരു നന്മയുടെ പടി പോലും അയാൾ കയറിയിട്ടില്ല, നല്ല കാര്യങ്ങളുടെ നാലയലത്ത് പോലും അയാള് പോയിട്ടില്ല. പിന്നെ അയാള് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ രണ്ട് പളക്ക, രണ്ട് പഴക്ക, രണ്ട് കെലിമത്ത്, അത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നബിയേ. അതുകൊണ്ട് ഞാൻ അയാളെ കൈവിട്ടില്ല നബിയേ, നിങ്ങളും അയാളെ കൈവിടരുത് നബിയേ. ഏതറിയുമോ അയാളെ പറഞ്ഞ വിഷയം? മരിക്കുന്നതിന് മുമ്പ് അയാള് സാധാരണ പറഞ്ഞിരുന്ന രണ്ട് വാക്ക് എന്തറിയുമോ? അല്ലാഹു പറയുകയാണ് മൂസാ നബിയോട്, മൂസാ നബിയെ അയാളെപ്പോഴും പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, അതായത് ഉഹിബ്ബുസ് സാലിഹീന വഇല്ലം യകു സാലിഹാ വഉബഇലുൽ മുൻഫാസിഖീന വഇന്നകു ഫാസിഖാ. അയാൾ പറഞ്ഞ രണ്ട് വാക്കാ. മരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞിരുന്ന രണ്ട് വാക്ക്, രണ്ട് കലിമത്ത്. എന്താ അതിന്റെ അർത്ഥം? ഉഹിബ്ബുസ് സാലിഹീന വഇല്ലം യകു സാലിഹാ. എനിക്ക് നല്ലോറാട്ട വലിയ പിരിശപ്പാടുണ്ടോ, ഞങ്ങളോട് എനിക്ക് വലിയ ആദരവുണ്ട്, ബഹുമാനമുണ്ട്, ഞാൻ ഞങ്ങളെ നല്ലോണം പിരിശം വെക്കുന്ന മൂസാ നബിനെ പോലെയുള്ളവരെ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെ ഞാൻ നല്ലോണം ഇഷ്ടപ്പെടുന്നു. അവരോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ സ്വാലിഹല്ല, ഞാൻ
ഞാൻ ബിൽക്കുൾ സ്വാലിഹല്ല, അത് നിനക്ക് ഉറപ്പുണ്ടോ, നിനക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ നല്ലവനല്ല, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. എന്നാലും നല്ലത് ചെയ്ത സ്വാലിഹീങ്ങള്, നല്ലവരായ സ്വാലിഹീങ്ങള്, അള്ളാഹുവിന്റെ ഔലിയാക്കള് എനിക്കിഷ്ടമാണ്. തമ്മാടികളെ ഞാൻ വെറുക്കുന്നു, കുറ്റവാളികളെ ഞാൻ വെറുക്കുന്നു. ഞാന് ഫാസിഖാണെങ്കിലോ, ഞാന് തമ്മാടിയാണെങ്കിലോ, ഞാന് വെറും കുറ്റവാളിയാണ്, ഞാന് വെറും മോശക്കാരനാണ്, ഞാൻ എന്തിനും വേണ്ടാത്ത മനുഷ്യനാണ്, ഒരു നന്മയും ചെയ്യാത്തയാളാണ്. എന്നാലും തെറ്റ് കാണുന്നവരെ കാണുമ്പോ എനിക്ക് വല്ലാത്ത വെറുപ്പാട്. ഈ രണ്ട് വാക്ക് അള്ളാഹ്ക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. എന്താണ് അയാൾ പറഞ്ഞത്? സ്വാലിഹീങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സ്വാലിഹല്ല, ഞാൻ സ്വാലിഹല്ല, എന്നാലും നല്ലവരെനിക്ക് വലിയ ഇഷ്ടം. ഞങ്ങളെല്ലാം എനിക്ക് വലിയ ഇഷ്ടം, അവരോട് വലിയ മഹബത്തുണ്ട്, വലിയ പിരിശപ്പാടുണ്ട്, അവരോട് വലിയ ആദരവുണ്ട്. അവരെ നല്ലോണം ആദരിക്കണം. അവരവിടെ വന്നിട്ട് മൊബൈലിൽ മുണ്ടുന്നോ കൂറ്റും കൗജാക്കുന്ന അതൊന്നും ശരിയല്ല. അവിടെ നല്ലൊരു ബഹുമാന ആദരവെല്ലാം വേണം. അതൊരു മുബാറക്കായ സ്ഥലമല്ലേ, മഹാന്മാർ കിടക്കുന്ന സ്ഥലം മുബാറക്കാണ്. സുബ്ഹാനല്ലദി യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. മുബാറക്കായ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് ഒരുപാട് അമ്പിയാക്കള് സ്വാലിഹീങ്ങള് മറവിട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിസരം മുബാറക്കായത്. ആ മഹാന്മാർ കിടക്കുന്ന സ്ഥലം മുബാറക്കാണ്, എല്ലാം കൊണ്ടും ആദരിക്കപ്പെടേണ്ടതാണ്. നല്ലോണം ആദരിക്കാം. ഞങ്ങക്ക് നല്ല പൈസ വരുന്ന, നല്ല ഇൻകം വരുന്ന ചെലുത്തി അത് മാത്രം കണക്ക് ചെല്ലാൻ മതിയാവില്ല. നല്ല ബഹുമാനാദരവെല്ലാം പോകണം. ഞമ്മളെ നാടിന്റെ സലാമത്ത്, ഞങ്ങളെ നാട്ടുകാരെ സലാമത്ത്, ഞങ്ങളെ നാടിന്റെ ഏറ്റവും വലിയ ബർക്കത്ത്, ഞങ്ങളെ നാടിന്റെ ഏറ്റവും വലിയ വെളിച്ചം, ശോഭ ആ മഹാന്മാരാണ്. അവരെ നല്ലോണം പിരിശം വെക്കണോ, മുറുകെ പിടിക്കണം. അവരെ നല്ലോണം മുറുകെ പിടിക്കണം. അവർ അല്ലാഹുവിന്റെ ലോകത്ത് നല്ലവരായി ജീവിച്ചു. ഞാൻ ചെല്ലാം ഇൻഷാ അല്ലാഹ്. അവർ അല്ലാഹുവിന്റെ ലോകത്ത് നല്ലവരായി ജീവിച്ചു. മരണം നല്ല നിലക്കാകണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചോ അല്ലേ? ഞമ്മ ഇപ്പോഴേ ഗ്യാരണ്ടി ആക്കിന ഞാൻ നാളെ മുസ്ലിം ആയിട്ടേ മരിക്കൂ അല്ലേ? ഞങ്ങൾ ഇപ്പമേ ഗ്യാരണ്ടി ആക്കിട്ട് വെച്ചിട്ടായി നാളെ ഞങ്ങള് മുസ്ലിം ആയിട്ടേ മരിക്കൂ. എന്തേ നക്ക് താടിയുണ്ടു, ആ കോട്ടിട്ടേ നക്ക് നിസ്കാരം ഉണ്ടല്ലോ, നാ മീറാജ് നോമ്പ് നോക്കിറ ഇൻഷാ അല്ലാഹ് മറ്റൊന്ന് ബറാത്ത് നോമ്പ് നോക്കുക. ഞാൻ മുസ്ലിം ആയിട്ടേ മരിക്കൂ, എനക്ക് ഗ്യാരണ്ടി ഉണ്ടോ? എന്ത് ഗ്യാരണ്ടി? എന്ത് ഗ്യാരണ്ടി? ഏത് ഗ്യാരണ്ടി? മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങൾ നിവേദനം ചെയ്യുന്നുണ്ട് ബാബുൽ ഈമാനില്. അതായത് ഒരു മനുഷ്യന്റെ മരണം എങ്ങനെയെന്ന് അയാളെ പ്രവർത്തനം കണ്ടിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയ. അയാളെ അവസാനം നോക്കിയിട്ടേ പറയാൻ പറ്റും. അയാൾ മരിച്ചത് അയാൾ മുഅ്മിനാണോ അല്ലേ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അയാളെ അവസാനം എങ്ങനെ നോക്കിയിട്ട, അയാളെ ലാസ്റ്റ് എങ്ങനെ. അല്ലാണ്ട് അയാളെ നല്ല ബെൽറ്റ്, ഷർട്ട്, കോട്ടു, ജുബ്ബ, താടി, നിസ്കാരം, നെറ്റിലി കല, നിസ്കാരത്തിന്റെ കല, ഇതെല്ലാം കണ്ടിട്ട് നീ കൈകാളും മുത്തെല്ലാം അത്ര വേഗം പോണ്ട. തിരിഞ്ഞ അങ്ങനെ 100-ൽ 110 ഗ്യാരണ്ടി ആയിട്ടില്ല. അയാളെ നല്ലവനാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം ഖാല റസൂലുള്ളാഹി, നിന്റെ സകലമാന പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിച്ചു, നീ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് നിന്റെ അന്ത്യം നോക്കിയിട്ടാണ്, നിന്റെ മരണം നോക്കിയിട്ടാണ്. അങ്ങനെ നല്ല നിലക്ക് അന്ത്യം പിന്നെ മരിച്ചവരാണ്, നല്ല മരണം കൈവരിച്ചവരാണ് ഈ മഹാന്മാർ. അല്ലാതെ ഇപ്പൊ നമ്മളൊന്നും അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കൂ, ഏതൊരു മനുഷ്യനും എന്തും സംഭവിക്കാം. രാവിലെ മുസ്ലിമായ മനുഷ്യനല്ലേ, വൈകുന്നേരം കാഫറാന്ന് അല്ലേ? BA പഠിക്കോടത്തോളം മുസ്ലിമായിട്ട് ഇന്ന് ഞങ്ങളെ ചെറു ചെറുക്ക ബയ്യ എമ്മ പഠിക്കുമ്പോ അവളൊക്കെ തളവാക്കിയിട്ട് പോയാ മത്താന്തറ പോയാ പെണ്ണുക്ക് വേണായിട്ട് പോയാ അല്ലേ? ഇത്ര ആൾമാരുണ്ട് അങ്ങനത്തെ. സുബൈക്ക് നല്ല പോലെ ആദരിച്ച് ബഹുമാനിച്ചിട്ട് സിയാറത്താക്കിക്കൊണ്ടിരുന്ന മനുഷ്യ
അസറാകുമ്പോഴുടെ ശിർക്ക് 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 ഒക്കെ വെച്ചിട്ട് ഇല്ലേ പോയില്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗ്യാരണ്ടി വേണ്ട. ഞാൻ എങ്ങനെ മുസ്ലിമായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ള അള്ളാഹുവിന്റെ ലോകം കണ്ട വലിയവരായ മഹാന്മാർ, അവരല്ല എത്ര വലിയവരാണ്, അവരല്ല എത്ര വലിയവരാണ്. അവർ പോലും അള്ളാഹുവിനോട് ദുആരുന്നു, റബ്ബേ പടച്ച റബ്ബേ തവഫനി മുസ്ലിമൻ തവഫനി മുസ്ലിമാ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ച റബ്ബേ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ, മുസ്ലിമായിട്ടല്ലാതെ എന്നെ മരിപ്പിക്കരുത് അല്ലാ, സ്വാലിഹീങ്ങളിൽ എന്നെ ചേർക്കണേ അല്ലാ. ഇത് ദുആരെന്നത് വലിയവരായ നബിമാരാണ്. കാരണം അവർക്ക് പോലും പേടിയ